500 വർഷത്തിലേറെ പഴക്കമുള്ള കത്തോലിക്ക വിശ്വാസ സമൂഹം 400 വർഷമായി ആരാധന നടത്തുന്ന പുണ്യപുരാതന ദേവാലയമാണ് ചതുർശതാബ്ദി ആഘോഷിക്കുന്ന പുന്നത്തുറ ക്നാനായ കത്തോലിക്ക പഴയ പള്ളി. ചുറ്റുപാടുമുള്ള പുന്നത്തുറ, കൂടല്ലൂർ, കട്ടച്ചിറ, മറ്റക്കര, അമയന്നൂർ, ആറുമാനൂർ, നീറിക്കാട് തുടങ്ങിയ പ്രദേശങ്ങളിലുള്ള ജനങ്ങളെല്ലാം ഒരു കാലത്ത് യേശുവിന്റെ നാമത്തിൽ ഒത്തുകൂടിയ സ്ഥലമാണ് ഇത്. മീനച്ചിലാറിന്റെ തീരത്തുള്ള പള്ളിക്കുന്നിൽ പ്രൗഢിയോടെ തല ഉയർത്തി നിൽക്കുന്ന തോമാശ്ലീഹായുടെ നാമത്തിലുള്ള ഈ ദേവാലയത്തിന് ഒരുപാട് ചരിത്രങ്ങൾ പറയുവാനുണ്ട്. വിശ്വാസത്തിൽ ജനിച്ച 10,000-ങ്ങളെ വിശ്വാസത്തിൽ വളർത്തിയ 10,000-ങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ മണ്ണിന് പലതും നമ്മോട് പറയുവാനുണ്ട്. കോട്ടയം അതിരൂപതയിലെ 3ാമത്തെ ദേവാലയമായ പുന്നത്തുറ പഴയ പള്ളിയുടെ ചരിത്രം പഠിക്കുവാൻ ഈ ദേശത്തിന്റെ 1000 വർഷത്തെ ചരിത്രം നമുക്ക് പരിശോധിക്കാം. കൊങ്ങാണ്ടൂർ, പുന്നത്തുറ, കിടങ്ങൂർ പ്രദേശങ്ങളുടെ മധ്യത്തിലായി നിലകൊള്ളുന്ന പുണ്യപുരാതന കത്തോലിക്ക ദേവാലയമാണ് പുന്നത്തുറ ക്നാനായ കത്തോലിക്ക പഴയ പള്ളി. ഏതാണ്ട് 10ാം നൂറ്റാണ്ട് മുതൽ ധാരാളം ജനങ്ങൾ കൃഷിയും കച്ചവടവുമായി കഴിഞ്ഞിരുന്ന വളരെ വികസിതമായ ഒരു പ്രദേശമായിരുന്നു ഇത്. 1000-ലധികം വർഷം പഴക്കമുള്ള കിടങ്ങൂർ ക്ഷേത്രവും അത്ര തന്നെ പഴക്കമുള്ള കൊങ്ങാണ്ടൂർ ക്ഷേത്രവുമൊക്കെ ഇതിന്റെ തെളിവുകളാണ്. 12ാം നൂറ്റാണ്ട് മുതൽ ഈ പ്രദേശം തെക്കുംകൂർ രാജ്യത്തിന്റെ ഭാഗമാണ്. കൊങ്ങാണ്ടൂർ, പുന്നത്തുറ പ്രദേശങ്ങളിലെ ഭൂരിഭാഗം സ്ഥലങ്ങളും നായർ സമുദായത്തിലുള്ള കൊങ്ങാട്ട് യജമാനന്മാരുടെ അധീനതയിലായിരുന്നു. ഇതിൽ നിന്നാണ് കൊങ്ങാണ്ടൂർ എന്ന സ്ഥലപ്പേര് ലഭിച്ചതെന്ന് അനുമാനിക്കാം. ക്രിസ്തു ശിഷ്യനായ തോമാശ്ലീഹായുടെ കേരളത്തിലൂടെയുള്ള തന്റെ പ്രേക്ഷിത യാത്രയിൽ മീനച്ചിലാറിലൂടെ യാത്ര ചെയ്ത് അരുവിത്ര വഴി നിലയ്ക്കലും നിരണത്തുമൊക്കെ എത്തിയെന്ന് വിശ്വസിക്കുന്ന ധാരാളം ആളുകൾ ഉണ്ട്. പുന്നത്തുറയെ വളരെ പ്രധാനപ്പെട്ട സ്ഥലം ആക്കി മാറ്റിയത് 3 പുഴകളാണ്: പന്നകംതോട്, മീനച്ചിലാർ, കട്ടച്ചിറത്തോട്. പണ്ടുകാലത്ത് കുറവിലങ്ങാട് ഭാഗത്തു നിന്ന് കട്ടച്ചിറത്തോട്ടിലൂടെ മീനച്ചിലാറിൽ എത്താൻ ജലപാത ഉണ്ടായിരുന്നതായി കരുതപ്പെടുന്നുണ്ട്. തുറ എന്ന വാക്കിന്റെ അർത്ഥം ജലവാഹനങ്ങൾ വന്ന് ചരക്കുകൾ കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്ന സ്ഥലം എന്നാണ്. പുന്നത്തുറയും അരുവിത്തുറയും ഒക്കെ പേരുകൊണ്ട് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പുരാതന കാലത്തെ പ്രധാനപ്പെട്ട കച്ചവട കേന്ദ്രങ്ങളായിരുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കട്ടച്ചിറത്തോട്ടിലൂടെയും പന്നകം തോട്ടിലൂടെയും മീനച്ചിലാറിൽ എത്തിച്ചേരാനും മീനച്ചിലാറിലൂടെ മറ്റ് സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുവാനുമുള്ള വഴികൾ പുന്നത്തുറയെ പ്രധാനപ്പെട്ട കച്ചവട കേന്ദ്രമാക്കി. 1924 ജൂലൈയിൽ നടന്ന 99-ലെ വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്ന മഹാപ്രളയത്തോടെ ഈ കച്ചവട കേന്ദ്രത്തിന്റെ പ്രാധാന്യം കുറഞ്ഞുപോയി എന്നാണ് കരുതപ്പെടുന്നത്. കച്ചവടത്തിനും കൃഷിക്കും മിടുക്കരായ ക്നാനായക്കാരെയും മർത്തോമ ക്രിസ്ത്യാനികളെയും തങ്ങളുടെ രാജ്യത്ത് വിവിധ സ്ഥലങ്ങളിൽ താമസിപ്പിക്കുക അന്നത്തെ രാജാക്കന്മാരുടെ പതിവായിരുന്നു. കോട്ടയം വലിയ പള്ളിയുടെ ചരിത്രത്തിൽ ഇതിന്റെ സൂചനകളുണ്ട്. അങ്ങനെ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തന്നെ ക്രിസ്ത്യാനികൾ പുന്നത്തുറയിൽ കച്ചവടത്തിനായി എത്തുകയും ഇവിടെ സ്ഥിരതാമസമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കും. ക്രിസ്തുവർഷം 1500-ന് ശേഷം കൊടുങ്ങല്ലൂർ പ്രദേശം വിവിധ ആക്രമണങ്ങൾ നേരിട്ടതോടെ ക്നാനായക്കാർക്ക് അവിടെ നിന്നും പലായനം ചെയ്യേണ്ടി വന്നു. അങ്ങനെ കൊടുങ്ങല്ലൂർ, ഉദയംപേരൂർ, കടുത്തുരുത്തി എന്നിവിടങ്ങളിൽ നിന്നും ധാരാളം ക്നാനായക്കാർ പുന്നത്തുറ ഭാഗത്തെത്തി മീനച്ചിലാറിന്റെ 2 കരകളിലുമായി താമസിച്ചു. കുറവിലങ്ങാട്, അരുവിത്തുറ, നിരണം, നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ നിന്ന് മർത്തോമ ക്രിസ്ത്യാനികളും ഇവിടെ എത്തിച്ചേർന്നു. മീനച്ചിലാറിന് തെക്കുവശത്തുള്ളവർ മണർകാട് പള്ളിയുമായും വടക്കുവശത്തുള്ളവർ അതിരമ്പുഴ, ചേർപ്പുങ്കൽ പള്ളികളുമായും ബന്ധപ്പെട്ട് തങ്ങളുടെ ആത്മീയ കാര്യങ്ങൾ നിർവഹിച്ചു വന്നു. അങ്ങനെ പുന്നത്തുറ, കിടങ്ങൂർ, കൊങ്ങാണ്ടൂർ,
അയർക്കുന്നം, മറ്റക്കര പ്രദേശങ്ങളൊക്കെ ക്രൈസ്തവ കേന്ദ്രങ്ങളായി വളർന്നുകൊണ്ടിരുന്നു. സ്വന്തമായ ഒരു ദേവാലയത്തിനു വേണ്ടിയുള്ള ആഗ്രഹം എല്ലാവർക്കും ഉണ്ടായി. പുന്നത്തറ ഭാഗത്തുള്ളവരാണ് ദൈവാലയ നിർമ്മാണത്തിന് മുൻകൈയെടുത്തത്. തെക്കും ഭാഗരും വടക്കും ഭാഗരും ഒരുമിച്ചാണ് ദേവാലയ നിർമ്മാണത്തിനു വേണ്ടി പ്രവർത്തിച്ചത്. അക്കാലത്ത് ഈ പ്രദേശത്തെ ക്രിസ്ത്യാനികളെല്ലാം കൊടുങ്ങല്ലൂർ രൂപതയുടെ കീഴിലായിരുന്നു. 1605 മുതൽ 1624 വരെ കൊടുങ്ങല്ലൂർ രൂപതയുടെ മെത്രാൻ ആയിരുന്ന ഫ്രാൻസിസ് റോസ് മെത്രാൻ ദേവാലയ നിർമ്മാണത്തിന് വേണ്ട എല്ലാ അനുവാദവും പിന്തുണയും നൽകി. ഒരു ദൈവാലയം നിർമ്മിച്ച് പരസ്യമായി ആരാധന നടത്തണമെങ്കിൽ അന്നത്തെ രാജാവായിരുന്ന തെക്കുംകൂർ രാജാവിന്റെ അനുവാദം നിർബന്ധമായിരുന്നു. അതിന് വളരെ കാലതാമസം എടുക്കും. എന്നാൽ 1610 മുതൽ വൈദികർ ഇവിടെ എത്തുകയും വിശ്വാസികൾ ഒരുമിച്ചുകൂടി രഹസ്യമായി ആരാധന നടത്തുകയും ചെയ്തിരുന്നു. പള്ളി പണിയുവാൻ ഉള്ള അനുവാദം രാജാവിൽ നിന്ന് ലഭിച്ചു. മീനച്ചിലാറിന്റെ തീരത്തുള്ള കുന്നിൻ പ്രദേശം പള്ളി പണിയുന്നതിനായി കൊങ്ങാട്ട് യജമാനന്മാർ സൗജന്യമായി നൽകി. അവിടെ ഒരു താൽക്കാലിക കൂടാരം നിർമ്മിച്ച് ആരാധന തുടങ്ങി. പള്ളി പണിയാനുള്ള ശ്രമം ഊർജിതമാക്കി. തെക്കും ഭാഗരിൽ നിന്ന് കുന്നപ്പള്ളി, പള്ളിക്കുന്ന് കുടുംബങ്ങളും വടക്കും ഭാഗത്തുനിന്ന് വാലുമേൽ, പുക്കുടി കുടുംബക്കാരും ആണ് പള്ളി പണിക്ക് മുൻകൈ എടുത്തതും ആദ്യകാലങ്ങളിൽ പള്ളിയുടെ ഭരണകാര്യം നിർവഹിച്ചിരുന്നതും. കടുത്തുരുത്തി ഇടവക്കാരനായിരുന്ന ജ്ഞാനായ സമുദായാംഗം കുമ്മനത്ത് ഇട്ടൂപ്പ് കത്തനാരാണ് ആ സമയത്ത് ഇവിടെ ആത്മീയ ശുശ്രൂഷയ്ക്കായി എത്തിയിരുന്നത്. ദേവാലയ നിർമ്മാണത്തിന് അദ്ദേഹം നേതൃത്വം നൽകി. 1625 ദൈവാലയ നിർമ്മാണം പൂർത്തിയാക്കുകയും കൊടുങ്ങല്ലൂർ മെത്രാനായിരുന്ന എസ്തഫാനോസ് ബ്രിട്ടോയുടെ അനുവാദത്തോടെ ദേവാലയം കൂദാശ ചെയ്ത് ആരാധനയ്ക്കായി ഉപയോഗിക്കുകയും ചെയ്തു. 400 വർഷം മുമ്പ് നിർമ്മിച്ച ഈ ദേവാലയം മർത്തമറിയത്തിന്റെ പേരിൽ ആയിരുന്നുവെന്നും പിന്നീട് കൂനൻ കുരിശു സത്യത്തിനു ശേഷം തോമാസ് ലീഹായുടെ നാമത്തിലുള്ള പള്ളിയാക്കി മാറ്റിയെന്നും പറയപ്പെടുന്നുണ്ട്. പുന്നത്തുറ പള്ളിയുടെ തലപ്പള്ളി മണർക്കാട് മർത്തമറിയം പള്ളിയാണ്. അതിർത്തി നിശ്ചയിച്ചപ്പോൾ അമയന്നൂർ മുതൽ വടക്കോട്ട് മീനച്ചിലാർ വരെ പുന്നത്തുറ പള്ളിയുടെ ഭാഗമായി നിശ്ചയിച്ചു. പുന്നത്തുറ പള്ളി ജ്ഞാനായക്കരുടെ സ്വന്തം പള്ളിയായി അവർ കരുതിയതുകൊണ്ട് മീനച്ചിലാറിന് അക്കരെ കിടങ്ങൂർ, കൂടല്ലൂർ, കട്ടച്ചിറ പ്രദേശത്തുള്ള ജ്ഞാനായക്കാരും സ്വന്തം ഇടവകയായി പുന്നത്തുറ പള്ളിയെ സ്വീകരിച്ചു. ഏകദേശം 300 വർഷങ്ങൾ പിന്നിട്ടപ്പോൾ കിടങ്ങൂർ, കട്ടച്ചിറ, കൂടല്ലൂർ, അയർക്കുന്നം, മറ്റക്കര, നീരിക്കാട് എന്നിവിടങ്ങളിലൊക്കെ പുതിയ ദൈവാലയങ്ങൾ ഉണ്ടായി. 1625 നിർമ്മിച്ച ദേവാലയം 1950 വരെ അത്യാവശ്യം ചില മാറ്റങ്ങളോടെ നിലനിന്നു എന്നാണ് കരുതുന്നത്. ഇപ്പോഴുള്ള കുരിശിലേക്ക് തിരിഞ്ഞാണ് ദേവാലയം നിർമ്മിച്ചത്. ഇപ്പോഴുള്ള കൽക്കുരിശിന് കുറേയേറെ താഴേക്ക് മാറി മറ്റൊരു കൽക്കുരിശും ഉണ്ടായിരുന്നു. 1898 വെള്ളാപ്പള്ളിയുമായി വസ്തുക്കൾ പങ്കുവച്ചപ്പോൾ താഴത്തെ കൽക്കുരിശ് അവർക്ക് ലഭിക്കുകയും അത് ഇപ്പോഴത്തെ വെള്ളാപ്പള്ളിയുടെ മുൻഭാഗത്ത് സ്ഥാപിക്കുകയും ചെയ്തു. കൽക്കുരിശിരുന്ന സ്ഥലത്ത് മറ്റൊരു കുരിശ് നിർമ്മിച്ചാണ് പഴയ പള്ളിക്കാർ പിന്നീട് ഉപയോഗിച്ചത്. 1978 വരെ തിരുനാളിന്റെ പകൽ പ്രദക്ഷിണം ഈ ഭാഗത്തേക്കായിരുന്നു നടത്തിയിരുന്നത്. വിഭജനം. പുന്നത്തുറ പള്ളിയിൽ 300 വർഷത്തോളം ഒരുമിച്ച് ആരാധന നടത്തിയിരുന്ന തെക്കും ഭാഗരും വടക്കും ഭാഗരും ജനസംഖ്യ വർദ്ധിച്ചതോടെ വേർപിരിയുവാൻ നിർബന്ധിതരായി. 1898 ഇരു വിഭാഗങ്ങളും ചേർന്ന് ഒരു ഉടമ്പടി ഉണ്ടാക്കുകയും അത് അനുസരിച്ച് പള്ളികളും വസ്തുവകകളും വീതിച്ച് രണ്ടായി പിരിയുകയും ചെയ്തു. പ്രധാന ദൈവാലയം തെക്കും ഭാഗർക്കായി ലഭിച്ചപ്പോൾ ചെറിയ പള്ളി, പള്ളിമേട, താഴത്തെ കൽക്കുരിശ് എന്നിവ വടക്കും ഭാഗർക്ക് ലഭിച്ചു. സെമിത്തേരി രണ്ടായി വിഭജിച്ചു. കോട്ടൂർ ബഹുമാനപ്പെട്ട ചാക്കോ അച്ഛൻ പഴയ പള്ളിയുടെയും പീഡിയക്കൽ ബഹുമാനപ്പെട്ട ഔസേപ്പ് അച്ഛൻ പുത്തൻ പള്ളിയുടെയും വികാരിമാരായി ആത്മീയ ശുശ്രൂഷകൾ നിർവഹിച്ചു. 1898 മുതൽ 1922 വെള്ളാപ്പള്ളി ആശീർവദിക്കുന്നതുവരെ 25 വർഷത്തോളം ഒരേ മുറ്റത്ത് 2 ഇടവകകളായി 2 വിഭാഗക്കാരും സഹകരിച്ച് പ്രവർത്തിച്ചു.
1924 വെള്ളാപ്പള്ളിയിൽ പുതിയ പള്ളിമേട നിർമ്മിച്ചപ്പോൾ പഴയ പള്ളിമേടയും കുറെ സ്ഥലവും കൂടി 10,000 രൂപയ്ക്ക് തെക്കുംഭാഗർ വാങ്ങി. 1978 ഫാദർ സൈമൺ എടത്തിപ്പറമ്പിൽ പുതിയ പള്ളിമേട പണിയുന്നതുവരെ ഈ പള്ളിമേടയിലാണ് വൈദികർ താമസിച്ചത്. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ സ്ഥലക്കുറവ് കൊണ്ടും പഴക്കം കൊണ്ടും പള്ളി പൊളിച്ചു പണിയേണ്ടതായി വന്നു. ഇപ്പോഴത്തെ പള്ളി പണിയുന്നതിനുള്ള തറക്കല്ലിട്ടത് 1951 ഡിസംബർ 21 മാർ തോമസ് തറയിൽ മെത്രാനാണ്. ഫാദർ പോൾ ചിലമ്പത്ത്, ഫാദർ തോമസ് കോട്ടൂർ സീനിയർ, ഫാദർ മാത്യു കൊരട്ടിയിൽ, ഫാദർ ഫിലിപ്പ് പതിയിൽ, ഫാദർ എബ്രഹാം കൊച്ചുപറമ്പിൽ എന്നിവർ പള്ളി പണിക്ക് നേതൃത്വം നൽകി. 1960 ജനുവരിയിൽ മാർ തോമസ് തറയിൽ പുതിയ പള്ളി കൂദാശ ചെയ്തു. കുരിശിന്റെ ആകൃതിയിലാണ് ഈ ദേവാലയം നിർമ്മിച്ചിരിക്കുന്നത്. കോട്ടയം അതിരൂപതയിൽ കുരിശാകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന വളരെ ചുരുക്കം പള്ളികളിൽ ഒന്നാണ് ഇത്. സെമിത്തേരി പള്ളി 1922 വരെ വടക്കം ഭാഗർ ഇടവക പള്ളിയായി ഉപയോഗിച്ചിരുന്ന ചെറിയ പള്ളി അവർ പിന്നീട് സെമിത്തേരി പള്ളിയായി ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ തെക്കും ഭാഗർ സെമിത്തേരി പള്ളിയെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. 1950 പഴയ പള്ളി പൊളിച്ചപ്പോൾ ലഭിച്ച കല്ലുകളും തടികളും ഉപയോഗിച്ചാണ് തെക്കും ഭാഗർ സെമിത്തേരി പള്ളി നിർമ്മിച്ചത്. തിരുനാളുകൾ 1898 മുൻപുള്ള അഭിഭക്ത പുന്നത്തുറ ഇടവകയിൽ 2 പ്രധാന തിരുനാളുകളാണ് ആഘോഷിച്ചത്. ഡിസംബർ 21 തോമാസ് ലീഹായുടെ തിരുനാളും ജനുവരി 1 ഉണ്ണീശോയുടെ തിരുനാളും. 1969 വരെ കത്തോലിക്ക സഭ തോമാസ് ലീഹായുടെ തിരുനാൾ ഔദ്യോഗികമായി ആഘോഷിച്ചിരുന്നത് ഡിസംബർ 21 ക്രിസ്മസിനോട് അനുബന്ധിച്ചാണ്. ഇടവക വേർപിരിഞ്ഞപ്പോൾ ഒരേ മുറ്റത്ത് 2 ഇടവകകൾ ആയിരുന്നല്ലോ. അപ്പോൾ തെക്കും ഭാഗർ ജനുവരി 1 ഉണ്ണീശോയുടെ തിരുനാളും വടക്കും ഭാഗർ ഡിസംബർ 21 തോമാസ് ലീഹായുടെ ദർശന തിരുനാളും പ്രധാന തിരുനാളുകളായി ആഘോഷിച്ചു. ഇരു വിഭാഗങ്ങളും പരസ്പര സഹകരണത്തോടെ ഈ തിരുനാളുകൾ നടത്തി. 1908 ഡിസംബർ 24 മാക്കിയിൽ മാർ മത്തായി മെത്രാന്റെ കൽപ്പന പ്രകാരമാണ് പഴയ പള്ളിയിൽ ഉണ്ണീശോയുടെ തിരുനാൾ ദർശന തിരുനാളായി ആഘോഷിക്കാൻ തുടങ്ങിയത്. ഡിസംബർ 21 വടക്കും ഭാഗർ തോമാസ് ലീഹായുടെ തിരുനാൾ ആഘോഷിച്ചതുകൊണ്ട് വിഭജനത്തിന് ശേഷമായിരിക്കണം തെക്കും ഭാഗർ ജൂലൈ 3 ദുക്രാന തിരുനാൾ ആഘോഷമായി കൊണ്ടാടാൻ തുടങ്ങിയത്. ദൈവാലയ നവീകരണങ്ങൾ കാലാകാലങ്ങളിൽ വന്ന വൈദികരുടെ നേതൃത്വത്തിൽ പള്ളിയിൽ പല മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട്. 1990 ഫാദർ തോമസ് മാമ്പുഴയ്ക്കൽ വികാരിയായിരിക്കുമ്പോഴാണ് പള്ളിക്ക് മോണ്ടളം നിർമ്മിക്കുകയും പള്ളിക്കുള്ളിൽ മൊസൈക്ക് ഇടുകയും ചെയ്തത്. 2016 ഫാദർ ജെയിംസ് പൊങ്ങാനയിൽ വികാരിയായിരിക്കുമ്പോൾ പള്ളിയുടെ ഇരുവശത്തേക്കും ചാർത്തുകൾ നിർമ്മിച്ചു. 2024 ഈ ദേവാലയത്തിന്റെ 400ാം ജൂബിലിയോടനുബന്ധിച്ച് പള്ളിയുടെ ഘടനാപരമായ രൂപം നിലനിർത്തിക്കൊണ്ട് പള്ളിയുടെ അകവും പുറവും പൂർണ്ണമായി നവീകരിച്ചു. വികാരി ഫാദർ ജെയിംസ് ചെരുവിലിന്റെയും ജനറൽ കൺവീനർ ബിനോയ് കടവലിന്റെയും നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് പള്ളിയുടെ നവീകരണം പൂർത്തീകരിച്ചത്. കൽക്കുരിശിന്റെ പ്രാധാന്യം. ദേവാലയം കഴിഞ്ഞാൽ ഇടവക ജനം പ്രാധാന്യത്തോടെ പ്രാർത്ഥിക്കുന്ന സ്ഥലം ഇപ്പോഴത്തെ കൽക്കുരിശിങ്കിലാണ്. ഇടവക ജനങ്ങൾ മാത്രമല്ല, ഈ പ്രദേശത്തുള്ള നാനാജാതി മതസ്ഥർ വന്ന് മെഴുകുതിരി കത്തിച്ചും എണ്ണയൊഴിച്ചും പ്രാർത്ഥിക്കുന്നു. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ കൽക്കുരിശിങ്കിൽ വന്ന് തിരി കത്തിച്ച് പ്രാർത്ഥിച്ച ശേഷം ദേവാലയത്തിൽ കയറി തോമാസ് ലീഹായോട് മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന ധാരാളം അക്രൈസ്തവരുണ്ട്. 100 വർഷം മുൻപ് പുന്നത്തറയിൽ നിന്ന് രാമമംഗലത്തേക്ക് കുടിയേറിയ കുടുംബക്കാർ എല്ലാ വർഷവും വലിയ പെരുന്നാളിന് ഡിസംബർ 31 ജനുവരി 1 കൽക്കുരിശിങ്കിൽ വന്ന് എണ്ണയൊഴിച്ച് പ്രാർത്ഥിക്കുന്ന പതിവുണ്ട്. ഇടവകയും തോമാസ് ലീഹായും. ഇടവക ജനങ്ങൾക്ക് തോമാസ് ലീഹായുടെ മധ്യസ്ഥതയിലുള്ള വിശ്വാസം വളരെ വലുതാണ്. ഓരോരുത്തർക്കും പറയാൻ നിരവധി അനുഭവങ്ങളുണ്ട്.
തോമാസ്ലീഹായുടെ മധ്യസ്ഥതയിൽ മരണത്തിൽ നിന്നുപോലും രക്ഷപ്പെട്ട സംഭവങ്ങൾ ഉണ്ട്. വനത്തിൽ നഷ്ടപ്പെട്ടു പോയ ആനയെ ദിവസങ്ങളോളം അന്വേഷിച്ചിട്ട് കണ്ടെത്താതെ വരികയും പുന്നത്തറ പള്ളിയിൽ വന്ന് തോമാസ്ലീഹായുടെ മാധ്യസ്ഥം പ്രാർത്ഥിച്ച ശേഷം തിരിച്ചു ചെന്നപ്പോൾ അത്ഭുതകരമായി കണ്ടെത്തിയതുമായ ഒരു സംഭവം ഉണ്ട്. ഈ ആനയുമായി എല്ലാ വർഷവും തിരുനാളിന് പള്ളിയിലെത്തി പ്രദക്ഷിണത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. പ്രധാന തിരുനാൾ ഡിസംബർ 31, ജനുവരി 1 തീയതികളിൽ ആണെങ്കിലും ജൂലൈ 3 തോമാസ്ലീഹായുടെ ദുഃഖ്രാന തിരുനാളിന് ഇടവക ജനങ്ങൾ വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. ഒരാഴ്ചത്തെ ഇടവക ധ്യാനത്തിൽ പങ്കെടുത്ത് കുമ്പസാരിച്ച് ഒരുങ്ങി 12 മണിക്കൂർ ആരാധനയും നടത്തിയ ശേഷമാണ് തിരുനാൾ നടത്തിയിരുന്നത്. പള്ളിയിൽ സ്ഥാപിച്ചിരിക്കുന്ന തോമാസ്ലീഹായുടെ രൂപം നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ്. നൂറ്റാണ്ടുകളായി തോമാസ്ലീഹായുടെ മധ്യസ്ഥതയിൽ സംരക്ഷിക്കപ്പെടുന്ന ക്രിസ്തീയ സമൂഹത്തിലെ ഈ തലമുറയ്ക്കാണ് ഈ ദേവാലയത്തിന്റെ ചതുർശതാബ്ദി ആഘോഷിക്കാനുള്ള ഭാഗ്യം ലഭിച്ചിരിക്കുന്നത്. തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ വിശ്വാസവും പൈതൃകവും വരും തലമുറയിലേക്ക് അഭംഗുരം കൈമാറ്റം ചെയ്യുവാൻ നമുക്ക് കടമയുണ്ട്. ഇന്നത്തെ കുട്ടികളും യുവജനങ്ങളുമാണ് നാളത്തെ ഇടവക സമൂഹം. ഈശോ മിശിഹായിലുള്ള നമ്മുടെ വിശ്വാസവും തോമാസ്ലീഹായിലൂടെ നമുക്ക് ലഭിച്ച പൈതൃകവും കാത്തുസൂക്ഷിക്കുവാനും കൈമാറുവാനും സർവശക്തിയോടെ നമുക്ക് പരിശ്രമിക്കാം.